സച്ചിദാനന്ദരൂപായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. താമ്രപാണി കമലപ്രണയ പ്രദോദമാലോലഹാര മണികുണ്ടലഹേമസൂത്രം ആവിശ്രമാംബുഗതമംബുദ നീലമവ്യാതാദ്യം ധനഞ്ജരഥാഭരണം മഹോന. അപ്പോൾ നമ്മൾ ഭീഷ്മ പിതാമഹനെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ പാണ്ഡവന്മാരെയും കൂടി പോയ ഒരു സ്ഥലത്താണ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നാളെ വരാം, അപ്പോഴേക്ക് സർവജ്ഞത്വം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഭഗവാൻ അവരെയും കൂട്ടി അവിടുന്ന് തൽക്കാലം യാത്ര പോവുകയായി. സർവജ്ഞത്വം നിനക്കുണ്ടാക നാളെ ഞങ്ങൾ ഉർവീപാലകനുമായി വരുന്നതുണ്ടു താനും, അപ്പോഴേക്കെല്ലാം തോന്നും ഉൾപ്പൂവിൽ നിനക്കേതും തപ്പുകൂടാതെ എങ്കിലങ്ങനെ തന്നെ വേണ്ടു എന്നരുളേതു വേദവ്യാസ ദൗമ്യാദികളോടൊന്നിച്ചു പാണ്ഡവരുമായി എഴുന്നള്ളി നാഥൻ സന്ധ്യാവന്ദനം കഴിച്ചന്തണരോടും കൂടി ചെന്താരിൽ മാതു പുൽകും ബന്ധൂക സമാധരൻ കുന്തി നന്ദനന്മാരും സാമന്തവീരാദിയും മന്ത്രികളോടും ദ്വിജതാപസാദികളോടും ശന്തനുപുത്രൻ തന്നെ കാൺമാനായെഴുന്നള്ളി സന്തോഷം പൂണ്ടു വണങ്ങിയിടിനാൻ ദേവവ്രതൻ ധർമ്മനന്ദനാദികൾ ഗംഗാനന്ദനൻ ചരണാംബുജം കണ്ടു നമസ്കരിച്ചു കൂപ്പി നിന്നാർ. ധർമ്മപുത്രർക്കു ഗംഗാദത്തനാം വിഷ്ണുഭക്തൻ ധർമ്മോപദേശം ചെയ്തിടുന്ന പോലെന്നു കേട്ടു സമ്മോദമുള്ളിൽ വളരും. മഹത്തുക്കളെല്ലാം ധർമ്മതത്വവും ധർമ്മരഹസ്യങ്ങളുമെല്ലാം സമ്മോഹമകന്നു പോമാറു കേൾക്കണമെന്നോർത്തുന്മേഷം പൂണ്ടുവന്നു. നിറഞ്ഞു ഭീഷ്മാന്തികെ ഭക്തവത്സലനായ ഭഗവൻ നിയോഗത്താൽ ഭക്തനാം ധർമാത്മജൻ ഭീഷ്മരത്തൊഴുതുടനുപസത്തിനെ ചെയ്തു ചോദിച്ചു. നൃപധർമ്മം ഉപദേശിക്കുന്നരുൾ ചെയ്തിതു ഭഗവാനും. എന്തെന്റെ ഭഗവാനെ, നിന്തിരുവടി തന്നെ കുന്തി നന്ദനൻ തനിക്കുപദേശിക്കേ വേണ്ടു. നിന്തിരുവടി അരുൾ ചെയ്തിട്ടു കേൾക്കുന്നാകിൽ സന്തോഷം വരുമല്ലോ, സംശയങ്ങളും തീരും. എന്തിനിന്നരുളി ചെയ്യരുതായിരുന്നു കർമ്മബന്ധവുമകന്നാനന്ദം വരും എല്ലാവർക്കും. ശന്തനുപുത്രനേവം ചൊന്നത് കേട്ടു നാഥൻ മന്ദഹാസവും ചെയ്തു. പിന്നെയുമരുൾ ചെയ്തു, ഈശ്വരവാക്യമായിപ്പോമത്രേ ഞാൻ ചൊല്ലിയാൽ ശാശ്വതധർമ്മം ഭവാദശന്മാർ ചൊല്ലുക നല്ലു. വേദവാക്യങ്ങൾ പോലെ നിന്നുടെ വാക്യങ്ങളും മേദിനി തന്നിൽ അവ്യാഹതങ്ങളായി വന്നിടും എന്നെല്ലാം അനുഗ്രഹിച്ചാജ്ഞയെ ചെയ്ത നേരം നന്നായി തെളിഞ്ഞതു ആത്മാവു ശാന്തനവനും. പിറ്റേ ദിവസം പോയിട്ടാകുമ്പോൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഓരോന്നിനും ചോദിച്ചു അദ്ദേഹം ധർമ്മപുത്രൻ. അന്നേരം പറയുന്നു, എന്തെന്ന് ഭഗവാനെ എന്നോട് ഇങ്ങനെ പറയുന്നു? ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്നും പറയുന്നു. അവിടുന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടാൽ നല്ല രസം ഉണ്ടാവില്ലേ, അതല്ലേ നല്ലത് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞു, ഈശ്വരവാക്യമായി പോമല്ലോ, ഞാൻ പറഞ്ഞത് ദൈവവാക്യമായി. അതുകൊണ്ട് ഞാനല്ല പറയേണ്ടത്, സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേൾക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം അങ്ങയുടെ മനസ്സിൽ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, പുറത്തേക്ക് എടുക്കുകയോ വേണ്ടു എന്ന് പറഞ്ഞു. സ്വധർമ്മം മുമ്പിൽ അറിയേണ്ടുന്നതെന്നോർത്തുടൻ മുതിർന്നു രാജധർമ്മം ചോദിച്ചു യുധിഷ്ഠിരൻ. പരമോധർമ്മോ രാജാവിധി വേദജ്ഞന്മാരും ഉര ചെയ്യുന്നോരതു കാരണം ഗംഗാദത്തൻ ഉര ചെയ്തത് രാജധർമ്മം എപ്പേരും. അപ്പോൾ ഉര ചെയ്വതിനുള്ളു തല്ലെനിക്കവയെല്ലാം രാജാവിനെല്ലായിലും പരമമായ ധർമ്മം വ്യാജമെന്നിയേയുള്ള പരിപാലനമല്ലോ. അതിനു വിരോധികളായുള്ള ശത്രുക്കളെ വധവും ചെയ്തു നന്നായി പരിപാലിച്ചിടണം. ദുഷ്ടരായേറ്റം അധർമ്മിഷ്ഠന്മാരായുള്ളോരെ നഷ്ടമായി ചമച്ചു ധർമ്മിഷ്ഠന്മാരായി മേവീടും ശിഷ്ടരെ വഴി പോലെ രക്ഷിച്ചു ദിനം തോറും പുഷ്ടിയും നിജ വിഷയത്തിങ്കൽ വളർത്തു. സന്തുഷ്ടരായി പുത്രമിത്രകളത്രാദികളോടും ഇഷ്ടന്മാരായ നിജ സേവകജനത്തോടും സത്യസാമന്ത
പുരോഹിതതൽഭടരോടും വൃത്തവാന്മാരാമമാത്യപ്രധാനന്മാരോടും ശുദ്ധരാം ഗണക ലേഖകന്മാരോടും സദാ സത്വരചാരികളായുള്ള ചാരന്മാരോടും ശക്തരായുള്ള സേനാനായകന്മാരോടും അത്യുത്തമന്മാരായി മേവും പ്രാഡ്യുവാകന്മാരോടും ശുദ്ധ തേജസ പരിപാലിച്ചു മഹീതലം ശുദ്ധാന്തത്തിങ്കൽ സുഖിച്ചിരുന്നീടണം നൃപൻ. സമസ്ത പ്രാണികൾക്കും വിഷയേന്ദ്രിയ ദേഹ സമത്വമുണ്ടെങ്കിലും നൃപശാസനയാലേ ഭുവനമനാകുലതരമായി വർത്തിക്കേണം. അവനീശ്വരൻ ജഗൽ പ്രത്യക്ഷേശ്വരനല്ലോ. ബ്രഹ്മപത്രത്തിങ്കൽ ഉത്ഭവിച്ചതു വിപ്രൻ കർമ്മങ്ങൾ ആറുണ്ടവനറിക യുധിഷ്ഠിര. അധ്യയനവും അധ്യാപനവും വ്യജനവും ഭദ്രയാചനവും ദാനപ്രതിഗ്രഹങ്ങളും മാറും ചൊല്ലുന്ന അവനഹമറിവാൻ തക്കവണ്ണം വേറെ നീ കേട്ടുകൊള്ളുക വിപ്രന്മാർ കർമ്മമെല്ലാം. വേദങ്ങൾ പഠിക്കയും പഠിപ്പിക്കയും പാരമാദരവോട് യത്നം ചെയ്യുകയും ചെയ്യിക്കയും ദാനം ചെയ്യുകയും മുതാതൻ പരിഗ്രഹിക്കയും ഇങ്ങനെ ഷഡ്കർമ്മങ്ങളുള്ള ഭൂദേവന്മാർക്കു മംഗലം നൽകിയിടുവാൻ ആശ്രമം 4 ഉണ്ടല്ലോ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കലായി. രാജധർമ്മം ചോദിച്ചു. അതെല്ലാം ഇന്ന മാതിരിയാന്ന് രാജാവ് അയാൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ബ്രാഹ്മണന്മാരുടെ കർമ്മങ്ങൾ 6 കർമ്മങ്ങൾ അത് പറഞ്ഞു കൊടുത്തു. എന്നതിൽ ബ്രഹ്മചാരി മുമ്പിലെ വേദം തന്നെ വേദം നന്നായി പഠിക്കണം ആചാര്യകുലം പ്രാപിച്ചം നന്നു. ഭിക്ഷയേറ്റു ഗുരുവിൻ കാൽക്കലവും നൽകി തന്നിയോഗത്താൽ വൃത്തി കഴിച്ചോരനന്തരം സന്ധ്യാവന്ദനം കഴിച്ചുപസ്ഥാനം ചെയ്തു സന്തതമാചാര്യൻ തന്നന്തികെ വസിക്കേണം. ഭക്തി കൊണ്ട് അനുശയനാസനാദിയും വേണം. നിത്യവും ബ്രഹ്മചര്യ ചിഹ്നവും ധരിക്കണം. സുമുഹൂർത്തം കൊണ്ട് ഉപനിച്ച നാൾ മുതൽ പിന്നെ ക്രമമോർത്ത് ഓരോ വ്രതം വഴിയെ കഴിക്കണം. ആചാര്യ ശുശ്രൂഷയും ചെയ്യണം. നിരാശയാ സ്വാചാര നിരതന്മായി ഇങ്ങനെ ഗുരുഭക്ത്യാ ഗോത്രവും പ്രവരവും ശാഖയും ചരണവും ഓർത്തു തത്തൽ പ്രോക്താനുഷ്ഠാനങ്ങളോടും കൂടി വിദ്യകൾ 18 പഠിച്ചു. പിന്നെ സമാവർത്തനം ചെയ്തു ഗോദാനം കഴിഞ്ഞനന്തരം 4 വേദവും അതിനംഗങ്ങൾ 6 പിന്നെ 4 ഉപാംഗങ്ങൾ ഉപവേദങ്ങൾ 4 നന്നായി അഭ്യസിച്ചാചാര്യനു ദക്ഷിണ ചെയ്താൽ പിന്നെ അപ്പോഴേ മുതാഗ്രഹസ്ഥാശ്രമം കൈക്കൊള്ളേണം. ബ്രാഹ്മണന്റെ പറയുന്നത് ബ്രാഹ്മണ കുട്ടിയായിട്ടാകുമ്പം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബ്രഹ്മചാരിയായിട്ട് പിന്നെ ഗുരുവിൻ്റെ കീഴിൽ പോയിട്ട് വേദങ്ങളെല്ലാം പഠിക്കണം എന്ന് പറഞ്ഞു. ഭിക്ഷ എടുക്കണം. ഭിക്ഷ എടുത്തിട്ട് അന്ന് കിട്ടിയ ഭിക്ഷ കൊണ്ടുവന്നിട്ട് ഗുരുവിൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മചര്യം വേണം. പിന്നെ ആചാര്യനെ വേണ്ട പോലെ ശുശ്രൂഷിക്കണം. അങ്ങനെയെല്ലാം പറയുന്നു. 18 പഠിക്കണം. 18 വിദ്യയും പഠിക്കണം. സമാവർത്തനം ചെയ്യണം. ഗോദാനം ചെയ്യണം. പിന്നെ 4 വേദം 16 അതിന് 6 അംഗങ്ങൾ ഉപാംഗങ്ങൾ വേദങ്ങൾ എല്ലാം ഉപവേദങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആചാര്യൻ ദക്ഷിണ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? ഗൃഹസ്ഥാശ്രമം, അതായത് വിവാഹം കഴിക്കണം എന്ന് പറയുന്നു. മറ്റുള്ള ആശ്രമങ്ങൾ 3നും ആധാരമല്ലോ. മുറ്റും ഗാർഹസ്ഥ്യാശ്രമം എന്നറിഞ്ഞനുദിനം ഇഷ്ടയായ അനുരൂപയാകിയ ഭാര്യയോടും ദുഷ്ടനായി പഞ്ചയത്നാദികളും ചെയ്തു നിത്യം സന്ധ്യാനുഷ്ഠാനാദിയും വഴിയെ ചെയ്തുകൊണ്ടു സന്തതി കൊണ്ടു പിതൃക്കൾക്കുള്ള കടം തീർത്തു പുത്രന്മാർക്കെല്ലാമൊക്കെ ഷോഡശക്രിയ ചെയ്തു പുത്രികളെയും കൊടുത്ത ആത്മജന്മാരെ കൊണ്ട് പുത്രമിത്രാർത്ഥം വിവാഹാദികൾ ചെയ്യിപ്പിച്ചു. നിത്യവും പിതൃപൂജ കൊണ്ടു ദേവകൾക്കെല്ലാം തൃപ്തിയും വരുത്തിക്കൊണ്ട് അതിഥി പൂജകളും ഭക്തി കൊണ്ട് അന്ധക്കരണ പ്രസന്നതയോടും ഗൃഹസ്ഥാശ്രമം നന്നായി രക്ഷിച്ചു വഴി പോലെ മഹത്വമേറും വാനപ്രസ്ഥന ചമയണം. പത്നിയെ പുത്രന്മാരെ ഭരമേൽപ്പിച്ചെങ്കിലും പത്നിയും താനും കൂടി പോകിലും കണക്കല്ലോ. പത്നിക്കു രജസടങ്ങിയിടിനാൽ വനത്തിങ്കൽ അഗ്നിയെ മനസ്സിങ്കലവാഹിച്ചാകിലുമാം ക്ഷേത്രോപവാസാദിയും ഭൂപ്രദക്ഷിണാദിയും
തീർത്ഥസ്നാനാദീൻ ചെയ്തരണ്യം തന്നിൽ വാണു ദേഹത്തെ ത്യജിക്കലുമാമതന്യേ പിന്നെ മോഹത്തെ ഒടുക്കി സന്യാസം കൊള്ളുകിലുമാം. അങ്ങനെ ഗൃഹസ്ഥാശ്രമം നടത്തി എൻ്റെ അടുക്ക് സന്തതികൾ ഉണ്ടായിട്ടാകുമ്പോൾ അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് പിന്നെ അവരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച് പിന്നെ നല്ല സന്തോഷവാനായിട്ട് പിന്നെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് പിന്നെ വാനപ്രസ്ഥനാവണം. പത്നീനെ കൂട്ടിയാലും തിരക്കേടില്ല, പത്നീനെ പുത്രന്മാരെ നോക്കാൻ ഏൽപ്പിച്ചാലും തിരക്കേടില്ല എന്ന് പറയുന്നു. നിത്യവും ചിത്തം വിഷയത്തിങ്കൽ വിരക്തനായി നിത്യാനിത്യാദി വിവേകത്തോടും ആചാര്യനെ ഭക്ത്യാ വന്ദിച്ചു ശുശ്രൂഷിച്ചു ചോദിച്ചിടുമ്പോൾ നിത്യമാകുന്നതാത്മാവ നിത്യം പ്രപഞ്ചമെന്നുത്തമനായ ഗുരു ഉപദേശിക്കുമല്ലോ. വേദാന്ത ശ്രവണവും ചെയ്തു മനുഷ്യത്തുകൾ ഖേദാന്തം വരുവതിനഭ്യസിച്ചാചാര്യൻ തൻ പാദാന്തേ പരിചരിച്ചാനന്ദം വരുവാനായി പാപാന്തം വരുത്തുന്ന തത്വമസ്യാദിവാക്യം ബോധാർത്ഥം ധരിച്ചുടൻ അഷ്ടാംഗയോഗത്തോടും ഭേദാർത്ഥഭ്രമം തീർന്നു മോക്ഷവും പ്രാപിച്ചിടാം. ക്ഷത്രിയൻ പിന്നെ ബ്രഹ്മബാഹുജനവന്നു കർമ്മത്രയം തന്നെയുള്ളൂ കേൾക്കെടോ യുധിഷ്ഠിര. ഓരോന്നോരോന്നായിട്ട് ക്ഷത്രിയധർമ്മം പിന്നെ ബ്രാഹ്മണധർമ്മം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. വേദമോതുകയുമാം യാഗവും ചെയ്യാമല്ലോ സാദരം യഥാപാത്രം ദാനവും ചെയ്യാമല്ലോ മേദിനീശ്വരനായാൽ അഭിഷേകം ചെയ്യണം മേദിനീപദേ മഹീനർജരമുനീന്ദ്രന്മാർ സമുദ്ര ദിവ്യ നദി തീർത്ഥപുഷ്കരം രത്നമമുട്ടിയിടിന കലശങ്ങളിൽ നിറച്ചുടൻ മണിമന്ത്രൌഷധങ്ങൾ കൊണ്ടു പൂജിച്ചു നാനാ മണിശോഭിത മകുടാതിഭൂഷണം പൂണ്ടു ശംഖ ദുന്ദുഭി പടഹാദിവാദ്യങ്ങളോടും കിങ്കരഭൃത്യാമാത്യ മന്ത്രിചാരന്മാരോടും അന്തികെ പുരോഹിതൻ തന്നോടും കൂടിച്ചേർന്നു വെൺതഴ വെൺചാമരം വെൺകൊറ്റക്കുടയോടും മാലവട്ടവും കൊടിക്കൂറകളോടും ആനതേർ കുതിര കാലാളായ പടയോടും സേനാനായകന്മാരും വീരന്മാരോടും ചേർന്നു രത്നസിംഹാസനത്തിന്മേലാമാറിരുന്നുടൻ പത്നിയെ വാമഭാഗേ ചേർത്ത് അഭിഷിക്തനായാൽ ശത്രുക്കൾ വരായ്വതെന്നായൊരു കോട്ടാചമച്ചുത്തമ രാജഗൃഹം മധ്യേ തീർക്കയും വേണം. വീണ്ടും രാജാവായാൽ എന്നൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് അഭിഷേകം ചെയ്യണം. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, രാജ്യാഭിഷേകം അത് ചെയ്യണം. അതിനെല്ലാ സമുദ്രത്തിലും പോയിട്ട് തീർത്ഥം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് അഭിഷേകം കഴിക്കണം. എന്നിട്ട് ആലവട്ടവും വെഞ്ചാമരും കൊടിക്കൂരെല്ലാം പിടിക്കണം. അങ്ങനെ ആ സിംഹാസനത്തിലിരുന്നിട്ട് പത്നീനെ ഇടതുഭാഗത്തിരുത്തണം. എന്നിട്ടൊരു പിന്നെ കോട്ട ഉണ്ടാക്കണം ശത്രുക്കളെ വരാതിരിക്കാൻ. ഭിത്തികൾ തോറും ദിവ്യമൂർത്തികളുടെ രൂപം ചിത്രമായെഴുതി വെൺമാളികകളും വേണം. പർവ്വതവന ജനപൂർണവാഹിനി വേണം. പൊയ് വഴി കുഴി യന്ത്രപ്പാലങ്ങൾ കിടങ്ങുകൾ അളവില്ലാതെ വെള്ളം നിറഞ്ഞ കിണറുകൾ കുളവും നാനാവർണ്ണം മരുവും ഗൃഹങ്ങളും മരയാൽ പെരും തെരുവുദ്യാനം നടക്കാവും കരികൾ കുതിരകൾക്കുള്ള പന്തികൾ വേണം. വളഞ്ഞ മതിൽക്കെല്ലാം അമ്പറേണുകൾ വേണം. വിളങ്ങിയിടുന്ന സഭാതലവും ആസ്ഥാനവും മന്ത്രശാലകളോടു നാടകശാലകളും ചന്തമോടന്തപ്പുരം ചന്ദ്രികാങ്കണങ്ങളും സൂതമാഗധവന്തിസ്തുതി പാഠകചാരകൂ ദൂതഗായക കുശീലവസേവക ഗൃഹം നർത്തകീയുക്തന്മാരാം നർത്തക പ്രവരന്മാർ ചിത്തകൗതുകത്തോടു വസിക്കും ഗൃഹങ്ങളും നിറഞ്ഞ പുരി തന്നിൽ തെളിഞ്ഞു വസിക്കേണം. നിറഞ്ഞ ജനങ്ങളും അരികെ വീഴണം. നിത്യവും സാവധാന ഭേദദണ്ഡങ്ങൾ കൊണ്ടു ശത്രുമിത്രോദാസീനന്മാരെയും വശത്താക്കി വച്ചുകൊണ്ടു പായങ്ങൾ നാലിനുമുള്ള ഭേദം നിശ്ചയിച്ചറിഞ്ഞു തൻ മന്ത്രികൾ ചൊല്ലും വണ്ണം ചൊല്ലിയ നയങ്ങൾ ആറും ക്രമം പിഴയാതെ തുല്യ തേജസ പതുക്കെ പ്രവർത്തിച്ചിടണം. അത് എല്ലാവർക്കും അവരവർക്ക് വേണ്ടുന്ന ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അരയാൽ നട്ടുപിടിപ്പിക്കണം. നടക്കാവ് വേണം. പിന്നെ കുതിരപ്പന്തി വേണം. ആനപ്പന്തി വേണം. നല്ല സഭ വേണം.
മന്ത്രശാല വേണം, നാടകശാല വേണം, എല്ലാം അങ്ങനെ ഓരോരോ പാട്ട് പാടുന്നവരിലെ സ്തുതി പാഠകന്മാർക്ക് വേണ്ടുന്ന ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പറയുന്നു. സന്ധിയും വിഗ്രഹവും ജ്ഞാനവും ആസനവും അന്തരാന്തരാ നിവർത്തിക്കേണം പുനരാശ്രമം. പുനരന്തരവിരഹിതം പ്രവർത്തിക്കണം, ദ്വൈധീഭാവവും തിരിയണം, നിവർത്തിക്കേണം പുനരാശ്രമം പൂർവമെടോ. 4 ഉപായങ്ങൾ കൊണ്ടും 6 നീതികൾ കൊണ്ടും കാലദേശാവസ്ഥാനുരൂപമായി പ്രവർത്തിച്ചു ശത്രുഭൂപാലന്മാരെ ജയിച്ചു ഭൂമണ്ഡലം. ഹസ്തസംസ്ഥിതമാക്കി ശിക്ഷിച്ചു രക്ഷിക്കണം, അശ്വമേധാദിയായ യജ്ഞങ്ങളെല്ലാം ചെയ്തു വിശ്വവും തൻ്റെ കീർത്തി കൊണ്ടുടൻ പരത്തണം. ധനധാന്യാദികളും ബ്രാഹ്മണർക്കനുദിനം മനസ്സാ കനിഞ്ഞു നൽകിയിടണം. വിഷ്ണുഭക്തിയ രാത്രിയിൽ ചരമയാമാദിക്കു നിദ്ര ഉണർന്നാസ്തയ സന്ധ്യോപാസനാദികളെല്ലാം ചെയ്തു. ദൃഷ്ടമായി പുരോഹിതപുത്ര സേവക പ്രമുഖേഷ്ടന്മാരോടും കൂടി ഭോജനം കഴിച്ചുടൻ വേഗേന ഭൂപാലനെ കാൺമാൻ വന്നവർക്കെല്ലാം വേഗേന കാൺമാൻ തക്കവണ്ണം ആസ്ഥാനം പൊക്ക് സഭ്യന്മാരോടും ചേർന്ന് ധർമാധർമ്മങ്ങൾ ചിന്തിച്ചപ്പോഴും വിനീതനായ അപ്രിയം പറയാതെ കൃത്യാകൃത്യങ്ങൾ അഴിഞ്ഞുത്തമൻ ചിത്തന്മാരാം വിദ്വാൻമാരോടും നിരൂപിച്ചൊന്നും പിഴയാതെ സത്യമായി പ്രേഹിതമായി അതിമധുരമായി ഹൃദ്യമായി ഗംഭീരമായി ഇടിന വാക്കുകളും അല്പശബ്ദം കൊണ്ട് അനൽപാർത്ഥമായ എല്ലാവനോപ്പൂ വിരിയുമാറാശു സന്തുഷ്ട്യാ ചൊല്ലി സകല ജനത്തെയും തൻകലെ രഞ്ജിപ്പിച്ചു നിഖില ഭോഗമനുഭവിച്ചു സുഖിച്ചേറ്റം ആശ്രിതന്മാരിൽ ഞാനുമൊരുത്തനെന്നു കൽപ്പിച്ച് ഈശ്വരാർപ്പണ ബുദ്ധ്യ കർമ്മങ്ങളെല്ലാം ചെയ്തു വൃദ്ധനായിടും നേരം ധർമ്മത്തെ രക്ഷിപ്പാനായി പുത്രന് അഭിഷേകം ചെയ്യണം. മടിയാതെ സമത്വ പദാർത്ഥവും ത്യജിച്ചു മനസ്സിങ്കൽ സമത്വ ബുദ്ധ്യ യോഗം ധരിച്ചു വസിച്ചുടൻ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതാതുപോലെ പറഞ്ഞു കൊടുത്തു. അതങ്ങനെ എല്ലാം ചെയ്യണം. എല്ലാം വിപ്രന്മാർക്ക് ദാനം ചെയ്യണം, അശ്വമേധാദിയായ യാഗങ്ങൾ ചെയ്യണം. ആ കീർത്തി അവനവൻ്റെ കീർത്തി വിശ്വം മുഴുവൻ ലോകം മുഴുവനും പരത്തണം. അങ്ങനെ രാത്രിയിൽ പിന്നെ കിടന്നുറങ്ങിയ രാവിലെ എന്താ പറയുക, അത്രയും വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് കുളി ജപം മുതലായവയൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും കൂട്ടി വന്ന് ഭക്ഷണം കഴിച്ച് കാണാൻ വരുന്നവരെ കാണാൻ തക്കവണ്ണം ഇരിക്കണം. അവരുടെ സങ്കടം തീർത്തു കൊടുക്കണം. ഇതെല്ലാം പറയുന്നു. ത്യജിച്ചിടണം ദേഹം പരമാത്മന ചേർന്ന് ഭുജിച്ചിടണം പരമാത്മന പരമാനന്ദമചാരാതേ. പ്രായമായിട്ടാകുമ്പം പിന്നെ പുത്രനെ രാജാഭിഷേകം ചെയ്തിട്ട് വനത്തിലേക്ക് പോവാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ജീവൻ ത്യജിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നു. ബ്രഹ്മൻ തന്നൂരുവിങ്കിൽ നിന്നുണ്ടായതു വൈശ്യൻ കർമ്മങ്ങൾ മിക്കവാറും 3 അവനിടോ പശുപാലനം കൃഷിവാണിഭമിവയെല്ലാം അശുഭമണയാതെ ചെയ്യണം. ഒരു ജന്തൻ ദ്രവ്യമുണ്ടാക്കിയിടണം മറ്റുള്ള വർണ്ണികൾക്കു സർവകർമ്മങ്ങൾക്കും. ഊരവ്യനെന്നറിക നീ ബ്രഹ്മൻ തന്നം ഘൃജാതനായത് ശൂദ്രനല്ലോ കർമ്മങ്ങൾ അവനേതുമില്ലല്ലോ നിരൂപിച്ചാൽ. ദാസനായി ദ്വിജകുലപാത സേവയും ചെയ്തു വാസനയാലെ തേഷാം വൃത്തിയും കഴിക്കണം. ബ്രാഹ്മണാജ്ഞയാ യജ്ഞപശുഹിംസയും ചെയ്താൽ കാമ്യമായുള്ളതൊക്കെ സാധിക്കും അനുഗ്രഹാൽ. പിന്നെ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്നാണ് വൈശ്യൻ ഉണ്ടായിട്ടുള്ളത്. ആ വൈശ്യൻ ഇതാണ് കൃഷിയും പശുപാലനും പിന്നെ ഇതൊക്കെ തന്നെയാണ് കച്ചവടവും. പിന്നെ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്നാണ് ആരുണ്ടായത്, പിന്നെ ശൂദ്രൻ. ആ ശൂദ്രന് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, എല്ലാവരും പരിചരിക്കുന്നൊരു സ്വഭാവമേ അവന് വേണ്ടു. നേരോട് ചതിയാതെ ചെയ്തു വൃത്തിയും കഴിച്ചാരോടും ഒരു വൈരം കൂടാതെ പരിചരിച്ചാരണർക്കൊരു ദുഃഖം കാണുമ്പോൾ അതു തീർപ്പാൻ പ്രാണത്യാഗത്തെ ചെയ്തു സൽഗതി ലഭിക്കണം. പ്രാണിസ്തോമത്തെ പാലിച്ചിടണം. വിശേഷിച്ചും മന്ത്രമുച്ചരിയാതെ ശ്രാദ്ധവും മുട്ടിയിടണം.
തന്ത്രവും കാട്ടിയിടണം അന്തരാത്മനീയ ഭക്തിയ. ശ്രാദ്ധം കൂട്ടാൻ ഈ ശൂദ്രന് മന്ത്രമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. മന്ത്രം ഇല്ലാതെയാണ് ശൂദ്രൻ ശ്രാദ്ധം കൂട്ടേണ്ടത് മരിച്ചവർക്ക് എന്ന് പറയുന്നു. അക്ഷരാനഭിജ്ഞത്വം യജ്ഞത്വം മൂഢത്വം അക്ഷരവ്യക്തി വിഹീനാലാപങ്ങളുമെല്ലാം ശൂദ്രനു ഭാഗിനേയൻ പിണ്ടകർത്താവായതു ശൂദ്രനുഗതി വരുത്തിയിടുവാൻ എളുതല്ലോ സ്ത്രീധർമ്മം മിക്കവാറും. ശൂദ്രധർമ്മത്തെപ്പോലെ ഭേദവും പെരുകയിൽ അറിക യുധിഷ്ഠിര. ശ്രേണീധർമ്മങ്ങൾ പറഞ്ഞിടുവാൻ കാലം പോരാ, വാണീ ഭംഗിയും എനിക്കില്ലല്ലോ ചൊല്ലിയിടുവാൻ. ശൂദ്രനി മരുമകൻ, അതായത് സഹോദരി പുത്രനാണ്. പിന്നെ പെണ്ണത്തിന് അധികാരി. പണ്ട് ഇന്നങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ സ്ത്രീകൾ ചെയ്യാനുള്ള ധർമ്മം മിക്കവാറും ഈ ശൂദ്രൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെയാണെന്ന് പറയുന്നു. എനിക്ക് ഒരുപാട് പറഞ്ഞു തരാൻ എനിക്ക് വാക്കിന് ഭംഗി പോരല്ലോ എന്ന് പറയുന്നു അദ്ദേഹം. ധർമ്മപുത്രർക്കു രാജധർമ്മമാർജിച്ചു ഭീഷ്മർ നിർമ്മലൻ. പിന്നെ വർണ്ണാശ്രമധർമ്മത്തെ ചൊന്നാൻ. പിന്നെ സങ്കീർണ ധർമ്മങ്ങളെയും അറിയിച്ചു പുണ്യവാൻ. പിന്നെ ശ്രേണീധർമ്മവും അറിയിച്ചു. ദുർബലനായ നൃപൻ തന്നോട് യുദ്ധത്തിനു കെൽപ്പേറും പ്രബലനായി ഇടുന്ന നൃപശ്രേഷ്ഠൻ ഭാവിച്ചു വരും നേരം. ദുർബലൻ തന്റെ ധർമ്മമേവമെന്നെല്ലാം അറിയിച്ചിതു ദേവവ്രതൻ ഓരോരോ തരം. ഇതിഹാസങ്ങൾ കൊണ്ടു പുനരോരോരോ നയങ്ങൾ സന്ധ്യാദികൾ അറിയിച്ചു. രണ്ടിലും തന്നിൽ വന്നു ജനിച്ചു മരിച്ചിടും. കുണ്ഠഭാവവും കുണ്ടിൽ വീഴുന്ന പ്രകാരവും മിണ്ടൽ പോമാറു ദണ്ഡധാരിജനോടു ചൊന്നാൻ. ഇങ്ങനെ ഭീഷ്മർ പോക്കൽ നിന്നു ധർമ്മചന്ദ്രൻ മംഗല രാജധർമ്മം കേട്ടു. കൂടിയ വേറെ പാർത്ഥിവൻ ഭീഷ്മർ സകാശത്തിങ്കൽ നിന്നു പോയി. രാത്രിയിൽ വിതുര പഞ്ചമന്മാരായി മേവിയിടും ഭ്രാതാക്കളോടുകൂടി സാദരം നിരൂപിച്ചു സോദരന്മാർക്കു. മോക്ഷധർമ്മത്തെ കേൾപ്പാൻ ഇപ്പോൾ ചിന്തിച്ചാൽ അധികാരമുണ്ടോ ഇല്ലയോ നിങ്ങൾക്കന്തരം അന്ധക്കരണത്തിനേതാനുമുണ്ടോ? ബന്ധമോക്ഷങ്ങളുടെ കാരണം ചോദിച്ചപ്പോൾ അന്ധകാരങ്ങൾ അകന്നൂരു സോദരന്മാരും ഉത്തരം പറഞ്ഞതു കേട്ടപ്പോൾ അറിയായി ചിത്തശുദ്ധിയും തേഷാം ഭക്തിയും വിശ്വാസവും മോക്ഷധർമ്മത്തെ കേൾപ്പാൻ. അധികാരികൾ ഇവർ സാക്ഷാൽ ജ്ഞാനികളെന്നതറിഞ്ഞു ധർമ്മപുത്രർ. പിറ്റേന്നാളെതിരവേ ഭീഷ്മസന്നിധി ബുക്കുമുറ്റിയിടും ഭക്തിയ. മോക്ഷധർമ്മങ്ങൾ ചോദ്യം ചെയ്തു രാജധർമ്മങ്ങൾ കേൾക്കും മുമ്പിലേ. മോക്ഷധർമ്മം രാജാവിനറികയിൽ ആശ കൊണ്ടിരിക്കുന്നു. ചന്ദനപുത്രൻ അടുത്തിരിക്കുന്നിതു മൃത്യു ചിന്തിച്ചാൽ പിന്നെ ആരും ചൊല്ലുവാനില്ലയല്ലോ. ഗാംഗേയനുള്ളപ്പോഴേ കേട്ടുകൊള്ളേണമല്ലോ. സാങ്കമാ മോക്ഷധർമ്മം പിന്നെയില്ലാരും ചൊല്ലുവാൻ. അന്ന് കുറേയൊക്കെ കേട്ടിട്ട് ഇദ്ദേഹത്തിന് ക്ഷീണാവില്ലേ എന്ന് പോയി. പിറ്റേന്ന് രാവിലെ വന്നു. അപ്പം ചോദിക്കുന്നത് രാജധർമ്മത്തിന് മുമ്പേ മോക്ഷധർമ്മമാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാൽ ശന്തനുപുത്രന്, അതായത് നമ്മുടെ ഭീഷ്മപിതാമഹർക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമായി, മരിക്കാനുള്ള ജീവൻ വെടിയാനുള്ള സമയമായി. അദ്ദേഹം ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കേൾക്കേണ്ടതെല്ലാതിലും മോക്ഷധർമ്മങ്ങൾ നൂനം ഓർക്കുമ്പോൾ അറിഞ്ഞുകൂടാത്തതും മോക്ഷധർമ്മം ജഘനുജാത്മജനുടെ പിറ്റേനാൾ മറ്റൊരുത്തൻ തന്നോട് ചോദിച്ചറിവാനുപായവുമില്ല. സ്വർണദീസുതനുള്ളപ്പോഴേ കേൾക്കിലേയുള്ളൂ, എന്നിട്ടു നടേ തന്നെ കേൾക്കേണ്ടിയിരിക്കുന്നു. തന്നോട് ധർമ്മമറിയാതെ മറ്റൊന്നു മുമ്പേ ധന്യന്മാരോട് ചോദിക്കുന്നതും യോഗ്യമല്ല. എന്നാൽ ഞാൻ രാജധർമ്മമൊക്കവേ കേട്ടാൽ നടേ വന്ദിച്ചു മോക്ഷധർമ്മം ചോദിപ്പനെന്നോർത്തുള്ളിൽ മുற்പാടു. രാജധർമ്മമൊക്കവേ കേട്ടവാറേ പിൽപ്പാടു മോക്ഷധർമ്മം ചോദിച്ചു യുധിഷ്ഠിരൻ. അന്നേരം ഭീഷ്മർ ധർമ്മപുത്രർക്കു മോക്ഷധർമ്മം തന്നോടു ചൊൽവാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ. അങ്ങനെ ഇങ്ങനെ ഓരോരോ കർമ്മങ്ങൾ ഇന്നാൾ ഇന്നത് ചെയ്യണം, ഇന്നാൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു.
ബുദ്ധിമാനായ ധർമ്മപുത്രനോടഥ ഭീഷ്മർ വിസ്തരിച്ചുര ചെയ്തു. സാംഖ്യയോഗങ്ങളെല്ലാം സാധനഫല സ്വരൂപപ്രകാരങ്ങളോടും സാധു ലോകാഠ്യനോടു ഗാംഗേനറിയിച്ചു വസിച്ചു. വന്ദിച്ചു സാംഖ്യയോഗം തന്നിലെ വിശേഷവും വസിഷ്ഠ കരാളാഖ്യ ജനക സംവാദത്താൽ പിന്നെയും യാജ്ഞവൽക്യ ജനക സംവാദത്താൽ തന്നെ ബുദ്ധപ്രബുദ്ധ ബുദ്ധിമാനന്മാരുടെ ഭേദവും സ്വരൂപവും സംക്ഷേപിച്ചറിയിച്ചു. ബോധിപ്പാനിതു പിന്നെ വിസ്തരിച്ചറിയിച്ചു. തതനു ദേവവ്രതൻ ധർമ്മജനോടു ശുഖപതനം കൊണ്ടു ശുഖോൽപത്തിയും അറിയിച്ചു. ഇദ്ദേഹത്തിന് എന്തൊക്കെ അറിയാനോ ഇദ്ദേഹം അത് മുഴുവനും കുറച്ചായിട്ട് ധർമ്മപുത്രർക്ക് അറിയിച്ചു. തതനു ദേവവ്രതൻ ധർമ്മജനോടു ശുഖപതനം കൊണ്ടു ശുഖോൽപത്തിയും അറിയിച്ചു. ശ്രീ വേദവ്യാസൻ പോക്കൽ നിന്നു ശ്രീശുഖനുള്ള കേവല ജ്ഞാനപ്രാപ്തി കൊണ്ടുള്ള മോക്ഷപ്രാപ്തി എന്നിവയെ അറിയിച്ച നേരം പിന്നെയും ഭീഷ്മർ മന്നവനായ ധർമ്മനന്ദനൻ അറിയിച്ചു. കൊണ്ടത് നീക്കി പിന്നെ ശ്രീമദ് നാരായണീയം കൊണ്ടറിയിച്ചു. പഞ്ചരാത്ര സിദ്ധാന്തമെല്ലാം നാനാ സിദ്ധാന്തമെല്ലാം ഏകനിഷ്ഠകൾ തന്നെ താനുമെങ്കിലും അപ്രധാനം വേദങ്ങൾക്കതും ഉഞ്ചവൃത്യുപാഖ്യാനം കൊണ്ടറിയിച്ചു. ഭീഷ്മർ കിഞ്ചിൽ സംശയം ധർമ്മനന്ദനുണ്ടാകായുവാൻ. ഇനി ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിനൊരു സംശയം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുപോലെ എല്ലാം പറഞ്ഞു കൊടുത്തു. കേവലം ബ്രഹ്മപ്രതിപാദ്യമാം ശാന്തിപർവം കേവല ജ്ഞാനപ്രദമായിരിപ്പൊന്നാകിയാൽ വേദാന്ത പ്രകരണം അത്യന്തം രഹസ്യമിതീദൃശം ചൊല്ലിയിടുകൾ നിന്ദിക്കും മഹാജനം ചൊല്ലരുതുപനിഷദ്വാക്യാർത്ഥം എല്ലാവനുമില്ലെങ്കിൽ അതിനാൽ ഞാനിങ്ങനെ ചൊന്നേനെന്ന് ചൊല്ലിനാൾ കിളിമകൾ മേലേടം ഇനി കഥ ചൊല്ലുവാൻ വേണമെങ്കിൽ എന്നെല്ലാം പറഞ്ഞിതോ. അങ്ങനെ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ശാന്തിപർവം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. ഇനി വേണമെങ്കിൽ ഞാൻ നാളെ പറയാമെന്ന് പറയുന്ന ഈ പൈങ്കിളി തത്തക്കുട്ടി. ഇത് ശ്രീ മഹാഭാരതേ ശാന്തിപർവം സമാപ്തം. ഇനി അനുശാസനിക പർവമാണ്. ഇതിലാണ് ഭീഷ്മപിതാമഹൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. നമുക്ക് കുറച്ച് പാരായണം ചെയ്യാം. ഇത്തം കിളിമകൾ ചൊന്നതു കേട്ടതാ ചിത്തം തെളിഞ്ഞു ചോദിച്ചത് പിന്നെയും തത്തേ വരി കരികത്തിരി സൽക്കഥ സത്തരം ചൊല്ലു ചൊല്ലെന്നതു കേട്ടവൾ ഉത്തരമായി വര ചെയ്താൾ. കനിവിനോടുത്തമമാം കഥ കേൾപ്പിൻ ചുരുക്കമായി മോക്ഷധർമ്മം കേട്ടവാറേ യുധിഷ്ഠിരൻ മോക്ഷാർത്ഥിയാകിയ ഭീഷ്മരെ വന്ദിച്ചു. മോക്ഷപ്രദൻ ജഗൽ സാക്ഷിഭൂതൻ പരൻ സാക്ഷാൽ മുകുന്ദൻ സമക്ഷം അപേക്ഷിച്ചു. ദാനാദി കർമ്മങ്ങളെ കേട്ടുകൊള്ളുവാൻ ആനന്ദമോടുര ചെയ്തിതു. ഭീഷ്മരും കാലാദികളുടെ സംവാദം കൊണ്ടത കാലാത്മജൻ അറിയിച്ചിതു വിസ്തരാൽ. എല്ലായിലും പ്രധാനം പൂർവകർമ്മം എന്നെല്ലാം അറിയിച്ച അനന്തരം പിന്നെയും മൃത്യുജയത്തിനുപായപരത്വേന നിത്യം അതിഥി പൂജാ ഫലമാഹാത്മ്യം മുഖ്യ സുദർശനോപാഖ്യാനം കൊണ്ടുടൻ ഒക്കെ അറിയിച്ച നേരം ദേവവ്രതൻ സൗഖ്യമില്ലാത്ത മതങ്കോപാഖ്യാനം അങ്ങനെ ഓരോന്നേരം ഭീഷ്മര് പിറ്റേ ദിവസവും മതംഗ മഹർഷിന്റെ ഉപാഖ്യാനവും അങ്ങനെ ഒക്കെ പറഞ്ഞു കൊടുത്തു. ചൊല്ലി സുവർണ വൈകുണ്ഠ സംവാദം കൊണ്ടെല്ലാം അജാത വൈരിക്കു ഗംഗാസുതൻ നല്ലൊരു ഉപമന്യുപാഖ്യാനം കൊണ്ടല്ലോ ചൊല്ലി പശുപതി മഹാത്മ്യമൊക്കവേ. ഉപമന്യുവിന്റെ കഥ പറഞ്ഞിട്ട് മഹാദേവന്റെ ആ വൈഭവം പറഞ്ഞു കൊടുത്തു. ശൈവമായുള്ള സഹസ്രനാമത്തെയും ദൈവജ്ഞനായ ദേവവ്രതൻ ചൊല്ലിനാൻ ദിവ്യം വിശിഷ്ടാൽപരം കന്യകാദാനം സർവകാര്യങ്ങൾക്കും മൂലമെന്നും ചൊല്ലി കന്യകാദാന പ്രകാര ഭേദങ്ങളും കന്യകാദാനത്തിനുള്ളൊരു കാലവും താഴ വിഭാഗപ്രകാരവും ദിഗ്ദേശന്യായ ഭേദങ്ങളും ആചാര ഭേദവും വർണ്ണ സമുദയോത്പത്തിപ്രകാരവും വർണ്ണിച്ചു. തത്ര ഗോമാഹാത്മ്യവും ചൊന്നാൻ ശന്തനുസൂനു ഗോദാന പ്രകാരവും ഹന്ത ഗോദാന ഫലവും അറിയിച്ചു. സ്വർണമാഹാത്മ്യം
അഖിലമറിയിച്ചു സ്വർണദാനത്തിൻ ഫലപ്രകാരാദിയും. കന്യകാദാനം ചെയ്താൽ കിട്ടുന്ന ഫലങ്ങൾ പറഞ്ഞു കൊടുത്തു. കന്യകാദാനം ചെയ്യേണ്ട ആ സമ്പ്രദായം പറഞ്ഞു കൊടുത്തു. ഇനി സ്വർണ്ണമാഹാത്മ്യം, സ്വർണ്ണ ദാനം ചെയ്താലുള്ള ഗുണം പറഞ്ഞു കൊടുക്കുന്നു. രുദ്ര സനൽകുമാരപ്രവാദം കൊണ്ടു മുക്തിധർമ്മങ്ങൾ സംക്ഷേപിച്ചറിയിച്ചു. തീർത്ഥമാഹാത്മ്യവും ഗംഗാമാഹാത്മ്യവും തീർത്തറിയിച്ചിതു പാർത്ഥനും ഭീഷ്മരും. പാർവതി സർവസംവാദേന പിന്നെയും പൂർവസമുക്തങ്ങളായുള്ള കർമ്മങ്ങൾ സർവവുമാശു സംക്ഷേപിച്ചറിയിച്ചു. ദിവ്യനായിടിന ശന്തനു നന്ദനൻ വൈഷ്ണവധർമ്മമശേഷമറിയിച്ചു. വൈഷ്ണവമായ സഹസ്രനാമത്തെയും ഇങ്ങനെ ധർമാത്മജൻ അറിയിച്ചതു ഗംഗാതനേനും ദാനധർമാദികൾ. മഹാവിഷ്ണുവിൻ്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിച്ചു. പിന്നെ സഹസ്രനാമം പറഞ്ഞു കൊടുത്തു. ഈ സമയത്താണ് സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മപുത്രർക്ക് ഭഗവാൻ ഭീഷ്മപിതാമഹൻ. ഇങ്ങനെ ധർമാത്മജൻ അറിയിച്ചതു ഗംഗാധനേനും ദാനധർമാദികൾ അവ്യക്തനവ്യൻ ദിവ്യനാകുലൻ സവ്യസാജിപ്രിയൻ നാരായണൻ പരന്തൻ തിരുമേനിയും കണ്ടു കണ്ടന്തികേ സന്തതം ചിന്തിച്ചു ചിന്തിച്ചു തദ്രൂപം വ്യാസധൗമ്യാദിമുനീന്ദ്രപ്രവരരും ഭൂസുരവൃന്ദവും പാണ്ഡവരാദിയാം ബന്ധുവർഗങ്ങളും കണ്ടങ്ങിരിക്കവേ ശന്തനു നന്ദനൻ ഭാഗീരഥീസുതൻ നാരായണൻ നളിനായതലോചനൻ കാരുണ്യവാരിധി കംസനിഷൂദനൻ സാക്ഷാൽ സമീപേ വസിക്കുന്നതും മുദാവീക്ഷ സന്തുഷ്ട്യാ സ്തുതിച്ചു നാമാമൃതം പാനവും ചെയ്തു പരമാനന്ദം കൊണ്ടു ഭാനുകോടിപ്രഭൻ ഭക്തപരായണൻ ദേവദേവൻ വാസുദേവൻ ജഗൽപതി ദേവകീ നന്ദനൻ തന്നെയും ഏകീഭവിപ്പിച്ചു. താതവരത്തിനാലേകസ്വരൂപം മനസ്സിൽ ചിന്തിച്ചത സ്വച്ഛന്ത മൃത്യുവായുള്ള ദേവവ്രതൻ സ്വച്ഛമാം അച്യുതാഘൃദ്വയ പങ്കജം നിശ്ചല സച്ചിന്മയം അമൃതം പരം സത്യമനന്തമനാദ്യം അനാകുലം സത്വം പരബ്രഹ്മ സച്ചിന്മയം പരമാത്മാനമാത്മനാ കണ്ടുകൊണ്ടാത്മനി സ്വാത്മാനമാശു യോഗേന ലയിപ്പിച്ചു കാരണത്തിങ്കൽ നിലീനനാം ഭീഷ്മരേ ധീരനാം ധർമ്മസുതൻ വണങ്ങിയിടിനാൻ. ഇദ്ദേഹം ഈ ഭഗവാനെ നോക്കി 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 ആ പൊന്നു തിരുമേനി ഇങ്ങനെ നോക്കി 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 കണ്ണുകൊണ്ട് പാനം ചെയ്ത് 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 ഭഗവാനും തന്നെയും, അതായത് ഭീഷ്മപിതാമഹനും ഭഗവാനും ഒന്നെന്നുള്ള ഒരു രൂപത്തിൽ ഏകീഭവിപ്പിച്ചു. അച്ഛൻ്റെ ഒരു വരം ഉണ്ടായിരുന്നല്ലോ, സ്വച്ഛന്ത മൃത്യു. ആ ഒരു വരം കൊണ്ട് ഭഗവാനിങ്ങനെ കണ്ട് 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 ആ യോഗത്തിൽ ലയിച്ചു. നാരായണ ഹരേ നാരായണ ഹരേ നാരായണേതി ജപിച്ചതെല്ലാവരും നമുക്കും ഒരു 4 പ്രാവശ്യം നാരായണ ജപിക്കാം. നാരായണ ഹരേ 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 നാരായണ നമഃ. പിന്നെ മുഹൂർത്തമാത്രം പുനരേവരും അന്നേരം നിശ്ചലരായിരുന്നിടാൻ എന്നിതെല്ലാം അനുശാസനീകപൂർവം തന്നിലുള്ള ഒരു കഥകളാകുന്നതും വിസ്തരിച്ചൊക്കെ ഞാൻ ഭാഷയായി ചൊല്ലിയാൽ സിദ്ധമല്ലായക എന്നാകയല്ലീ എന്ന് സംശയിച്ചിങ്ങനെ ചൊല്ലിയേൻ. ഞാനെന്നു സംശയം കൂടാതെ പൈങ്കിളിയും ചൊന്നാൾ. നമുക്ക് അശ്വമേധിക പർവ്വമാണ് നാളെ നോക്കാനുള്ള. ഇന്നിപ്പം അനുശാസനിക പർവ്വം, അതായത് ഭീഷ്മപിതാമഹൻ്റെ എന്താ പറയുക, ധർമ്മപുത്രർക്കുള്ള ഉപദേശങ്ങളും അതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെന്ത് കേട്ടു? നമ്മൾ ഭഗവാനെയും തന്നെയും ഒന്നായി ലയിപ്പിച്ച് അദ്ദേഹം ആ ധീരതയോടെ ജീവിച്ചു, ധീരതയോടെ തന്നെ ഭഗവാന്റെ പാദത്തിൽ പോകുകയെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു നമ്മുടെ തത്തക്കുട്ടി. നാളെ നമുക്ക് അശ്വമേധിക പർവ്വം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പാരായണം ചെയ്യാം, അതനുസ്മരിക്കാം. ഇന്നിപ്പോൾ എല്ലാം ഭഗവാന്റെ തൃപ്പാദപത്മത്തിൽ കായേന വാചാ മനസേന്ദ്രിയേർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ 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 നാരായണ.